വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. കോഴിക്കോട് ജില്ലയിൽ ഇന്നൊരു 2.5 വയസ്സുകാരൻ ഭക്ഷ്യവിഷബാധയേറ്റ് മരണപ്പെട്ടിരുന്നു. കോഴിക്കോട് നരീക്കുനി ചങ്ങളംകണ്ടി സ്വദേശിയായ അക്ബറിന്റെ മകൻ മുഹമ്മദ് യമീൻ എന്ന 2.5 വയസ്സുകാരനാണ് ഭക്ഷ്യവിഷബാധയേറ്റ് മരണപ്പെട്ടത്. ഈ കുട്ടി താമസിക്കുന്ന പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഒരു വിവാഹ സൽക്കാര ചടങ്ങ് നടന്നിരുന്നു. ഈ വിവാഹ സൽക്കാര ചടങ്ങിൽ വിളമ്പിയ ചിക്കൻ റോള് ഭക്ഷിച്ചതിനെ തുടർന്നാണ് കുട്ടിക്ക് ഭക്ഷ്യവിഷബാധയേറ്റതും പിന്നീട് കുട്ടി മരിച്ചതും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ഭക്ഷണം കഴിച്ചയുടനെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിച്ച ഈ കുട്ടിയെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചു എങ്കിലും നില ഗുരുതരമായതിനാൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇവിടെ വെച്ചാണ് ആ കുട്ടി മരണപ്പെട്ടത്. ഈ കുട്ടിയെ കൂടാതെ ആ ഭക്ഷണം കഴിച്ച 10ഓളം കുട്ടികളെ ഭക്ഷ്യവിഷബാധയേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു 2.5 വയസ്സുകാരൻ ഭക്ഷ്യവിഷബാധയേറ്റ് മരണപ്പെട്ടു എന്നുള്ള വാർത്ത ആ നാടിനെ മാത്രമല്ല മൊത്തം കേരളത്തെയും ഒരു വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. പ്രധാനമായും ഒരു 2.5 വയസ്സുകാരനാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത് എന്നുള്ളതാണ് ആ വാർത്ത ഇത്രയധികം നമ്മളെയൊക്കെ നിരാശരാക്കാനുള്ള കാരണം. ഇപ്പോഴിതാ ആ വാർത്തയിൽ പോലും വർഗീയ വിഷം തുപ്പിയിരിക്കുകയാണ് കേരളത്തിലെ സംഘപരിവാർ ഐഡികൾ. ഈ കുട്ടി മരണപ്പെട്ടതിന്റെ വാർത്തകൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ വാർത്തയായി കൊടുത്തിരുന്നു. ഈ വാർത്തയ്ക്ക് താഴെയാണ് ചില സംഘപരിവാർ ഐഡികൾ വിദ്വേഷപരവും വർഗീയപരവുമായ കമന്റുകൾ ചൊരിഞ്ഞിരിക്കുന്നത്. അവർ പറയുന്നത് ഉസ്താദ് തുപ്പിയ ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ് ഈ കുട്ടി മരണപ്പെട്ടത് എന്നാണ്. അതിൽ പറയുന്ന ചില കമന്റുകൾ പറയുന്നത് ഉസ്താദ് തുപ്പിയതല്ലേ മോനെ, പേടിക്കണ്ട, തങ്ങൾ സ്വർഗത്തിൽ പോകുമെന്നൊക്കെയാണ് ചിലർ കമന്റ് രൂപത്തിൽ വളരെ വിദ്വേഷപരമായി ഈ കുട്ടിയുടെ മരണവാർത്തയോട് പ്രതികരിച്ചിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഉസ്താദ് ഒരു ബിരിയാണി ചെമ്പിൽ തുപ്പി എന്ന പേരിൽ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു. സംഘി അക്കൗണ്ടുകളാണ് പ്രധാനമായും ഈ വീഡിയോ പ്രചരിപ്പിച്ചത്. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ അടക്കം ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. ഇത്തരത്തിൽ ഉസ്താദ് തുപ്പി എന്ന സംഘപരിവാർ പ്രവർത്തകർ പറയുന്ന ഈ വീഡിയോയും ഈ കുട്ടിയുടെ മരണവും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ചില സംഘപരിവാർ ഐഡികൾ ഈ കുട്ടിയുടെ മരണത്തിൽ പോലും വിദ്വേഷപരമായ പരാമർശങ്ങൾ നടത്തുന്നത്. അതായത് ഒരു 2.5 വയസ്സുകാരൻ മരിച്ചു. കേരളത്തെ ഒന്നാകെ വളരെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണത്. ആ വാർത്തയ്ക്ക് താഴെ പോലും വിദ്വേഷപരമായ പരാമർശങ്ങളും കമന്റുകളും ഇടുന്ന ഇവരുടെ മനസ്സ് എത്രത്തോളം വർഗീയമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഉദാഹരണം മാത്രം മതിയാകും. ഏതായാലും ഇത്തരം സംഭവങ്ങൾ തീർച്ചയായും നമ്മൾ എതിർക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. നേരത്തെ ഇത്തരം വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. പ്രധാനമായും നോർത്ത് ഇന്ത്യയിലെ സംഘപരിവാർ ഐഡികളാണ് ഇത്തരം കാര്യങ്ങളിൽ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷപരമായ പ്രചരണങ്ങൾ നടത്തുന്നത്. ഇപ്പോഴിതാ നമ്മുടെ കേരളത്തിലും ഒരു 2.5 വയസ്സുകാരന്റെ മരണത്തെ മറയാക്കിക്കൊണ്ടാണ് സംഘപരിവാർ ഐഡികൾ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.